ഹലോ. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ സൺഡേ വീട്ടിലാണ് ഉണ്ടാവാറ്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളൊരു വീഡിയോ ആവാറ്. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ മിനി വ്ളോഗ്സാണ് ഇപ്പോഴും എടുക്കാറ്, ഷോർട്സാണ് കൂടുതൽ അപ്ലോഡ് ചെയ്യാറ്. ഇന്ന് ഞാൻ ലോങ് വീഡിയോ പതുക്കെ എടുത്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ. ഞാനിപ്പോൾ എഴുന്നേറ്റിട്ടുള്ളൂ. 8:20 സമയം. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാം. ഇവിടെയുള്ളവരൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടണ്ടേ. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. അപ്പോൾ അമ്മേനെ ഞാൻ കാണിച്ചു തരാം ഇപ്പം അമ്മ എന്താ ചെയ്യുന്നത്. അപ്പോൾ അമ്മയുടെ അടുത്ത് നിന്ന് തുടങ്ങാം. അമ്മ ആക്ച്വലി കുക്ക് ചെയ്യാം കേട്ടോ. കുക്കിങ്ങിലല്ല ക്ലീനിങ്ങിലാണ് അമ്മേ. ഞാൻ പോയിട്ട് ഇപ്പം എണീറ്റുള്ളൂ. അപ്പം ഞാൻ പല്ല് തേക്കണം, കുളിക്കണം, അതൊക്കെ കഴിഞ്ഞിട്ട് വരാം കേട്ടോ. ഞാൻ എൻ്റെ അമ്മൂമ്മേനെ പരിചയപ്പെടുത്താട്ടാ. ഇറങ്ങുന്നില്ലേ? ഇറങ്ങി. ഇതാണ് എൻ്റെ അമ്മൂമ്മ. ഒരു ഹായ് പറയും. ഹായ്. ഹായ്. അപ്പൊ അമ്മൂമ്മ എവിടേക്ക് പോവാൻ നിൽക്കുകയാണ് കേട്ടോ, റെഡി ആവാൻ. ഇതൊക്കെ മാറിയിട്ട് സാരി ഇപ്പോഴല്ല പോണേ. എപ്പോഴാ പോണേ? ഞാനാ 3 മണിയാകുമ്പോഴേക്കും. വൈകുന്നേരം പോണേ. 3 മണിക്ക് അവിടെ തുടങ്ങാം. ഇട്ട് നോക്കിയതാണ്. അപ്പൊ അതിന്റെ റെഡി ആവലാണ്. ഇപ്പൊ കുളിച്ച് റെഡിയായി സുന്ദരിക്കുട്ടിയായിട്ടാണ് വന്നത് കേട്ടോ. ഇവര് മുകളിലാണ്. അത്രേ ഉള്ളു. ഇന്നെന്താ അമ്മ സ്പെഷ്യൽ ആയിട്ട് നമുക്ക് ഫുഡ്? സ്പെഷ്യലായിട്ട് എന്നിട്ടാവോ എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല. അവിടെ ചിക്കനാന്ന് തോന്നുന്നുണ്ട്. ചിക്കനാന്ന് തോന്നുന്നുണ്ടോ? ചിക്കനാണ്. തലവേദന തുടങ്ങി. ഒന്നും വർത്താനം പറയാൻ പറ്റില്ല. അമ്മമ്മക്ക് തലവേദന ഉണ്ട്. അയ്യോ ഈ വശമാണ്. ആ ബാക്കിൽ കൂടെ പോണതാണ് കേട്ടോ എൻ്റെ അനിയൻ. അപ്പോൾ ഇത് എൻ്റെ കഴിഞ്ഞ സൺഡേയിലത്തെ ഡേ ഇൻ മൈ ലൈഫ് ആട്ടാ. എഡിറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുത്തു. അപ്പോൾ എനിക്ക് അതിന് മുമ്പ് കുറച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നു, അടിച്ചു വരാനും തുടയ്ക്കാനൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണിലേക്ക് ചെന്നപ്പോൾ അമ്മ കുറച്ച് സാധനങ്ങളൊക്കെ ഇതുപോലെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ മിക്ക സൺഡേസ് നമ്മൾ ചിക്കൻ വാങ്ങാറുണ്ട്. വലിയ ഗംഭീരമായിട്ടുള്ള ബിരിയാണി ഒന്നും അല്ല കേട്ടോ. ഞങ്ങൾക്ക് ബിരിയാണി കഴിക്കണം തോന്നി അമ്മ ഉണ്ടാക്കി തരാറുള്ള ഒരു ഈസി പീസി ബിരിയാണിയാണ്. അത് നല്ല ടേസ്റ്റും ആയിരിക്കും, എന്നാൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്ന് കേട്ടു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് തന്നെ വിശന്നപ്പോൾ ഫുഡ് എടുത്ത് കഴിച്ചു. രാവിലത്തെ ഫുഡ് ചപ്പാത്തി മസാലക്കറി ആയിരുന്നു. ഞാൻ എണീറ്റപ്പോൾ തന്നെ അത്യാവശ്യം നല്ല നേരം വൈകിയതുകൊണ്ട് ഞാനിപ്പോൾ കഴിച്ചപ്പോൾ ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഫുഡും കഴിച്ച് കുറച്ച് ചായയും കുടിച്ചു. എന്തെങ്കിലും സ്പെഷ്യലൊക്കെ അമ്മമാരുണ്ടാക്കുന്നുണ്ടെങ്കിൽ പിള്ളേർ പിന്നാലിന്ന് മാറില്ല. എന്തായി കഴിഞ്ഞോ എന്നൊക്കെ ചോദിച്ചിട്ട്. അതുപോലെ തന്നെയായിരുന്നു കേട്ടോ ഞാനും ചെന്നും ചോദിച്ചു കഴിഞ്ഞോ, കഴിയാറായോ. അപ്പോൾ നോക്കുമ്പോൾ ഒന്നും ആയിട്ടില്ല. പപ്പടം ഉണ്ടാക്കുകയാണ്, പപ്പടം കാച്ചാണ് അമ്മ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മഴ പെയ്തു കേട്ടോ. അപ്പം മഴയുടെ വീഡിയോ ഞാൻ എടുത്തു വെച്ചതാണ്. നല്ല രസമുണ്ടായിരുന്നു മഴ പെയ്യുന്ന കാണാൻ. നല്ല ചൂടായതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ മഴ പെയ്യുമ്പോൾ നല്ല രസമുണ്ടോ. അപ്പോൾ മഴയൊക്കെ ആസ്വദിച്ച് നിന്നപ്പോഴത്തേക്കും അപ്പം ഞാൻ കുളിച്ചു കേട്ടോ. ഞാൻ അച്ഛനെ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ അച്ഛൻ വന്നിട്ടുണ്ട്. ഹായ് പറയേ. ഹായ് പറയേ. ഹായ് ഇങ്ങനെ പറ. ഹായ്. ഞാൻ തന്നെ അല്ലാണ്ടായിരുന്നില്ല. അച്ഛന് വീഡിയോ എടുക്കുന്ന കാര്യമൊന്നും അറിയണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഇനി വീഡിയോ കോളാണോ എന്ന് വിചാരിച്ചിട്ട് ആരാണെന്ന് ചോദിച്ചതാണ്. അത് കഴിഞ്ഞ് ഫുഡ് റെഡിയായെന്നറിയാൻ ഞാൻ കിച്ചണിൽ ചെന്നപ്പോൾ കിച്ചണിൽ ഫുഡൊക്കെ റെഡിയാണ്. ഞാൻ കുളിച്ചപ്പോഴത്തേക്ക് ഉച്ചയായിട്ടുണ്ടായിരുന്നു. വേഗം ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതെൻ്റെ അമ്മായിയാണ്. അമ്മായി അന്ന് സൺഡേ ആയതുകൊണ്ട് വെറുതെ വന്നത്. എന്നിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചു കേട്ടോ. അമ്മയും ഞാനും അമ്മായിയും അച്ഛനൊക്കെ കൂടി ഒരുമിച്ചാണ് ഇരുന്നത്. അവൻ ഏതോ സിനിമ ടി വിയിലിരുന്ന് കാണുന്ന കാരണം അവിടെ പോയി ഇരുന്നിട്ടുണ്ട് ഫുഡ് കഴിച്ച്. അമ്മൂമ്മ നേരത്തെ കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ വേഗം തന്നെ ഫുഡ് കഴിച്ചതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് പുറത്തേക്ക് പോകണമായിരുന്നു. അതിരടി ഫിലിം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് കാണാനായിട്ട് പോവുകയാണ്. അപ്പം അമ്മൂമ്മയും അമ്മായി ഇല്ല, ഞങ്ങൾ 3 അമ്മയും ഞാനും അവനും കൂടിയിട്ടാണ് കേട്ടോ പോണേ. അമ്മൂമ്മയ്ക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അമ്മൂമ്മ അങ്ങോട്ട് പോവാണ്. അമ്മായിനെ നമ്മൾ പോണ വഴിക്ക് വീട്ടിലാക്കി കേട്ടോ. ഞങ്ങളടുത്ത് തന്നെയാണ് കേട്ടോ വീട് അമ്മായിയുടെ. ആ
ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന രാഗം തിയേറ്ററിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് എത്തി. അവൻ കാറ് പാർക്ക് ചെയ്യാൻ പോയിട്ട് ഞങ്ങൾ കുറച്ച് നേരം താഴെ വെയിറ്റ് ചെയ്തിട്ട് അവൻ വന്നപ്പോൾ മുകളിലേക്ക് കയറി. എന്നിട്ട് സിനിമയൊക്കെ കണ്ടു. നല്ല സിനിമയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുറേ ചിരിച്ചു ഞാൻ, പിന്നെ അമ്മയ്ക്കും ഇഷ്ടമായി കേട്ടോ. ഞങ്ങൾ ഫിലിം കഴിഞ്ഞിറങ്ങി. എങ്ങനെയുണ്ടായിരുന്നു അമ്മ? ഇഷ്ടമായോ? ഇഷ്ടമായി. അതിരടിയാണ് കേട്ടോ കണ്ടത്. നല്ല ഫിലിമാണ്. ഇവനെ ഓൾറെഡി കണ്ടായിരുന്നു കേട്ടോ, രണ്ടാമത്തെ വട്ടം കാണാൻ. 3 മണിയുടെ ഷോ ആയിരുന്നു. 6 മണിയാകുമ്പോഴത്തേക്കും കഴിഞ്ഞ കാരണം ഞങ്ങൾ വീട്ടിലേക്ക് വരണ വഴി എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാമെന്ന് വെച്ചിട്ട് അവിൽ പ്രോയിൽ കയറി. അവിൽ പ്രോന്ന് അമ്മ ഒരു ഫ്രൂട്ട് സലാഡും അവനൊരു ചോക്ലേറ്റ് ഷേക്കുമാണ് കേട്ടോ പറഞ്ഞത്. ഞാൻ ഒരു ഫ്രഞ്ച് ഫ്രൈസും വാങ്ങി. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് വീടൊക്കെ എത്തിയപ്പോഴത്തേക്കും ഏകദേശം ഇരുട്ടായി. ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ 7:30 നമുക്ക് തിരുവാതിരക്കളി പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത പ്രോഗ്രാമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസിലാണ്. സൺഡേ ആയതുകൊണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇട ദിവസങ്ങളിലൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാൻ വീട്ടിലുണ്ടാവാറില്ല. സൺഡേ ആവുമ്പോൾ എല്ലാവരെയും ഒരുമിച്ച് കിട്ടും. ഹായ്, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എത്രത്തോളം ഇത് വർക്കൗട്ട് ആവുന്നോ അല്ലെങ്കിൽ ഇത് എത്രത്തോളം പേര് കാണുന്നോ എനിക്കറിയില്ല. ആക്ച്വലി എനിക്ക് ക്യാമറ നോക്കി സംസാരിക്കാൻ പോലും അറിയില്ല. അതിലൊക്കെ അത്യാവശ്യം നല്ലോണം ചമ്മലുള്ള ആളാണ്. എഡിറ്റിംഗ് ഒക്കെ പഠിച്ചു വരുന്നുള്ളൂ. അതിൻ്റെ കുറേ മിസ്റ്റേക്സ് ഉണ്ടായിരിക്കും. പിന്നെ ലോങ് വീഡിയോ ആണ്, അതെങ്ങനെ അപ്ലോഡ് ചെയ്യാം, അങ്ങനെ കുറേ കാര്യങ്ങളിൽ ഡൗട്ട്സും കുറേ കാര്യങ്ങളിൽ ചിലപ്പോൾ മിസ്റ്റേക്സ് പറ്റുന്നുണ്ടാവും. അതൊക്കെ ഞാൻ വഴിയെ മാറ്റാൻ ശ്രമിക്കും. പിന്നെ ഷോർട്സ് ആണ് ഞാൻ കൂടുതലും ഇടുന്നത്. ഇതുവരെ ഇട്ടതൊക്കെ ഷോർട്സ് ആണ് കേട്ടോ. പിന്നെ ഡാൻസിൻ്റെ 2-3 ലോങ് വീഡിയോസ് ഉണ്ടെന്നുള്ളൂ. ബാക്കിയൊക്കെ വ്ളോഗ്സ് ആയിട്ടുള്ളതൊക്കെ ഷോർട്സ് ആണ്. അപ്പോൾ ഞാൻ ഷോർട്സ് ഇടുന്ന സമയത്ത് എനിക്ക് വലിയ ടെൻഷനൊന്നുമില്ല. അതിൽ കുഞ്ഞു വ്യൂസ് കൂടി തുടങ്ങിയപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, കുറച്ച് വ്യൂസൊക്കെ വന്നു തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഒരു ലോങ് വീഡിയോ ട്രൈ ചെയ്യാം. അങ്ങനെ ലോങ് വീഡിയോ ട്രൈ ചെയ്തതാണ്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കാം. 10 പേരെങ്കിലും കണ്ടാൽ മതി. അത് തന്നെ എനിക്ക് വലിയൊരു സംഭവമാണ്. അപ്പോൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത്രയേ ഉള്ളൂ. ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം അടുത്ത വ്ളോഗിൽ കാണുന്നവരെ